بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته. എല്ലാവർക്കും സുഖവും ആഫിയത്തുമാണെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സുഖത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നെടുക്കുന്ന വീഡിയോ 229 സൂറത്തുൽ ഫലഖാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് എന്ന സൂറത്താണ്. 5 ആയത്തുകളെ ഇതിലുള്ളൂ. ആ 5 ആയത്തുകളും മക്കയിൽ അവതരിച്ചതാണ്. ഈ സൂറത്തിലായിട്ട് അള്ളാഹു കൽപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ കാവലിലേക്ക് ഇസ്തിആദത്ത് ചെയ്യുവാനാണ്. അള്ളാഹുവിൻ്റെ കാവൽ തേടും, ഷർറുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി. ഷർറുകൾ പലയിടത്തുനിന്നും വരാം. ആ ഷർറുകളിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അള്ളാഹുവിനോട് കാവൽ തേടാനാണ് ഈ സൂറത്ത് മുഖേന അള്ളാഹു പഠിപ്പിക്കുന്നത്. സൂറത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് ومن شر النفاثات في العقد ومن شر حاسد إذا حسد. എല്ലാ തരം ഷർറുകളും അതിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് കാവൽ ചോദിക്കും. കൊൽ നബി പറയുക, അഊദു ഞാൻ കാവൽ ചോദിക്കുന്നു, കാവൽ തേടുന്നു, ബി റബ്ബിൽ ഫലഖ് ഫലക്കിന്റെ റബ്ബിനോട്. ഫലക്കിന്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിന്റെ റബ്ബിനോട് ഞാൻ കാവൽ തേടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രഭാതത്തിന്റെ റബ്ബ് എന്ന് പറയാൻ കാരണം എന്താ? പ്രഭാതമാണെങ്കിൽ പ്രഭാതമാകുമ്പോൾ ഇരുട്ട് പോയി. ഇരുട്ടിനെ അള്ളാഹു, അന്ധകാരത്തെ അള്ളാഹു മാറ്റി നിർത്തി, അകറ്റി നിർത്തി. അവിടെ പ്രകാശം വന്നു. പ്രകാശം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സന്തോഷമുള്ള സമയം. ഇരുട്ട് പോയി, പ്രകാശം വന്നു കഴിഞ്ഞു. അപ്പോ പ്രകാശം കാരണം ദുരിതത്തിൽ നിന്നുള്ള ഒരു ആശ്വാസം ലഭ്യമാകുന്നതാണ്, അതിൻ്റെ പ്രതീകമാണ് പ്രകാശം. അതുകൊണ്ട് പ്രകാശമുള്ള സമയത്ത് അത്രയധികം വിഷമില്ല. ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയാണ് പ്രകാശമുണ്ട്. അതാണ് പ്രകാശത്തെ അള്ളാഹു എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പ്രകാശത്തിൻ്റെ പ്രഭാതത്തിൻ്റെ രക്ഷിതാവിനോട് ഞാൻ അഭയം തേടുന്നു എന്നാണ് അതിൻ്റെ ആശയം. ഖുൽ യാ മുഹമ്മദ് ഇൽതജിഅ് ബിറബ്ബിസ് സുബ്ഹി അല്ലദീ യൻഫലഖു അൻഹുൽ ലൈലു വയതജല്ലാ അൻഹുൽ ളലാം. ഇരുള് പോയി, രാത്രിയിലെ ആ ശക്തമായ ഇരുട്ട് അകന്നുപോയി പ്രഭാതം ഇവിടെ വരികയും ചെയ്യുമ്പോൾ ആ പ്രഭാതത്തിൻ്റെ റബ്ബിനോടാണ് ഞാൻ അഭയം തേടുന്നത്, അല്ലെങ്കിൽ അഭയം തേടുന്നത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ച എല്ലാതിൻ്റെയും ഷർറിൽ നിന്ന്. മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചവയുടെ എല്ലാതിൻ്റെയും ഷർറിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. അള്ളാഹു സൃഷ്ടിച്ച മഖ്ലൂഖാത്തുകൾ, സൃഷ്ടികൾ ഏതെല്ലാമുണ്ട്? മനുഷ്യനുണ്ട്, ജിന്നുണ്ട്. ഇവരെല്ലാതിൽ നിന്നും അഭയം ഷർറുണ്ടാവാം. മനുഷ്യന്മാരിൽ നിന്ന് ഷർറുണ്ടാവും, ജിന്നിൽ നിന്ന് ഷർറുണ്ടാവും. ജിന്ന്, ശൈത്താൻ, ദവാബ്, മൃഗങ്ങളിൽ നിന്ന് ഷർറുണ്ടാവും. ഹവാം, ഇഴജന്തുക്കളിൽ നിന്നുണ്ടാവും. ശർരി കുല്ലി ദീ മുഅ്ദിൻ ഖലഖഹുല്ല, അള്ളാഹു സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളിൽ നിന്നും ഷർറുണ്ടാവാം. അപ്പൊ ആ ഷർറുകളിൽ നിന്നൊക്കെ ഞാൻ കാവലിന് തേടുന്നു എന്നാണ് ഇതിന്റെ മീനിങ്. ഒമിൻ ഷർരി റാസിഖിൻ, ഷർരി റാസിഖ് എന്ന് പറഞ്ഞാൽ ഇരുട്ടിന്റെ ഷർറിൽ നിന്ന്. ഇരുട്ട്, രാത്രിയുടെ ഇരുട്ടിൽ നിന്നും, ഷർറിൽ നിന്നും, രാത്രിയുടെ ഷർറിൽ നിന്നും ഞാൻ അഭയം തേടുന്നു. ഇതാ വഖബ, അത് ഇരുൾ മുറ്റിയതായാൽ ഭയങ്കര കൂര്
ഇരുട്ട് എന്ന് പറയുന്നത്. ആ അർദ്ധരാത്രി എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ശക്തമായി ഇരുട്ടുള്ള സമയമാണ്. ഇരുട്ട് ശക്തിയാവുമ്പോൾ ആണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇതാ കഥാകുന്നത് ഇനി ചെറിയ ഇതാ അതിനെന്നാണ് വസ്തലാമൊന്നു ഇരുട്ട് ശക്തിയാവുക. അങ്ങനെ ഇരുട്ടുള്ളപ്പോൾ ഉള്ള രാത്രിയാണ്. അതിൽ നിന്ന് ഷെറിൽ നിന്ന് അത് അപ്പോഴാണ് ഷെറ് കൂടുതലുണ്ടാവുക. ഷെറിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. കാരണം ഇരുട്ട് വ്യാപിച്ചു കഴിഞ്ഞാൽ ഇരുട്ട് ഈ ഷെറിന്റെ ആളുകളുണ്ടല്ലോ അവിടെ അവർക്കൊക്കെ ഈ ഇരുട്ടാണ്ട് വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഷെറ് പുറത്തു വരാൻ തുടങ്ങും. മനുഷ്യനായാലും മൃഗമായാലും ജിന്നായാലും എല്ലാവരിൽ നിന്നുള്ള ഷെറ് അവിടെയാണ് പുറത്തു വരിക. റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത് അള്ളാഹു കൽപ്പിച്ചു ഷെറില്ലൈലി രാത്രിയുടെ ഷെറിൽ നിന്ന് കാവലിനെ ചോദിക്കുവാൻ അള്ളാഹു കൽപ്പിച്ചു. കാരണം എന്താ? അന്നഹു ഫില്ലൈലി രാത്രിയിലാണ് തഖ്റുജു സിബാൾ പിടിമൃഗങ്ങൾ പുറത്തു വരിക. മിനാജാമിഹ അതിന്റെ മാളങ്ങളിൽ നിന്നൊക്കെ, അതിന്റെ ഹവാമിനും മക്കാനിഹ ഇഴജന്തുക്കളൊക്കെ പുറത്തു വരുന്നതിന്റെ പിന്നെ മാളങ്ങളിൽ നിന്ന്. സ്വാര്യപ്പു കള്ളന്മാര് കൂടുക. മോഷ്ടാക്കൾ കൂടുമ്പോൾ മോഷ്ടാക്കള് കൗർ ചെയ്യാനും മോഷ്ടിക്കാനും ഒക്കെ തിരഞ്ഞെടുക്കുന്ന സമയമാണല്ലോ രാത്രി സമയം. അപ്പൊ ആ രാത്രി സമയത്ത് അവര് കള്ളന്മാരുടെ കട്ടിട്ടുകൊണ്ട് പോവുക മാത്രമല്ല ആളുടെ ജീവഹാനി പറ്റും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ അറ്റാക്കും കൂടി നമ്മൾക്ക് വലിയ ദോഷം ചെയ്യും. പിന്നെ തീപിടുത്തം ഉണ്ടാവാം. ഈ സമയത്തൊന്നും ആരുടെയും സഹായം പൂർണ്ണമായിട്ട് ലഭ്യമാവില്ല. കാരണം എല്ലാവരും തിരഞ്ഞെടുത്ത സമയമാണല്ലോ ഉറങ്ങാനും അതേപോലെ വിശ്രമിക്കാനും. പകൽ മുഴുവൻ ജോലി ചെയ്ത് വിശ്രമിക്കാനുള്ള സമയമാണ് ഏത് രാത്രി സമയം, ഉറങ്ങാനുള്ള സമയമാണ്. അള്ളാഹു നിശ്ചയിച്ചത് അങ്ങനെ. ജാലിനുണ്ടാവുമ്പോൾ സുബാത്ത ഉറക്കിനെ നമ്മൾക്കൊരു വിശ്രമമാക്കി എന്ന് പറഞ്ഞിട്ട് നബഅ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഉറങ്ങാനുള്ള സമയമാണ്, രാത്രി വിശ്രമിക്കാനുള്ളതാണ്. പകല് പോലെ ആളുകൾ പരസ്പരം ബന്ധപ്പെടുകയോ സമയം ചെലവഴിക്കുകയില്ല. രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ ഉറക്കം തുടങ്ങും. ഈ ഉറക്കത്തിൽ പിന്നെ മറ്റുള്ളവരുടെ സഹായം ഒരു ബുദ്ധിമുട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സഹായം നമുക്ക് ലഭ്യമാവാൻ എളുപ്പമല്ല. അതുകൊണ്ടാണ് സഹായം ലഭ്യത കുറവ് വരും എന്നൊക്കെ പറഞ്ഞത്. നഫാസാത്ത് എന്ന് പറഞ്ഞാൽ കെട്ടുകളിൽ ഓതുന്ന സ്ത്രീകൾ എന്ന് പറയാം അർത്ഥം. നഫാസാത്തിന് കെട്ടുകളിൽ ഓതുന്ന സ്ത്രീകൾ, ആ സ്ത്രീകളെ എന്ന് പറയാം. അല്ലെങ്കിൽ കെട്ടുകളിൽ ഓതുന്ന നഫ്സുകൾ എന്ന് പറയാം. കെട്ടുകളിൽ ഓതുന്ന സംഘടനകൾ എന്ന് പറയാം, വ്യക്തികൾ എന്ന് പറയാം. കെട്ടുകളിൽ ഊതുക എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യുമ്പോൾ അത്തരം ചില പ്രവർത്തനങ്ങളുണ്ട്. കെട്ടുകളിൽ ഊതുക, നൂല് കെട്ടുണ്ടാക്കിയിട്ട് അതിൽ ഊതുക, ഇങ്ങനെ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. ആ പണി ചെയ്യുന്നവർക്ക് ഷെഹറിനെ സംബന്ധിച്ച് അവിശ്വസിക്കുന്ന ചിലരുണ്ട് ഷെഹറിനെ പറ്റി. അത് നമ്മൾ ഷെഹറിനെ പറ്റിയുള്ള ഒരു വീഡിയോ പ്രത്യേകമായിട്ട് ഇടാം. അത് 30-ന് ശേഷമുള്ള ഒരു വീഡിയോ, 230-ന് ശേഷമുള്ള ഒരു വീഡിയോ ഇൻഷാ അല്ലാഹ് അതോടെ ചെയ്യാം. അപ്പൊ അതില് എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളും നമ്മൾ പറയും ഈ സെഹറിനെ പറ്റിയും. സെഹർ എന്ന് ഒന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ പറയാനുള്ള പിന്നെ സ്വാതന്ത്ര്യമുണ്ട് എന്നല്ലാതെ തികച്ചും അതില്ല, അത് ഫലപ്രദമല്ല സെഹർ എന്നൊക്കെയാണ് അവർ പറയാം. അള്ളാന്റെ കൽപ്പനയില്ലാതെ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും വരുത്താൻ ആർക്കും കഴിയില്ല എന്ന ആയത്തുണ്ട്. അപ്പോ പിന്നെ ഈ സെഹർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രവർത്തനത്തിന് ഫിറഔന്റെ ഭരണകാലത്ത് വളരെയധികം പ്രശസ്തി ലഭിച്ച കാര്യമാണ് സെഹർ എന്ന്. അവര് നല്ല വിവേകവും
ബുദ്ധിമാന്മാരുമായ ആളുകളായിരുന്നു. ഒരു രാഷ്ട്രത്തിൽ മുഴുവൻ എത്രയധികം വേര് പിടിച്ച ഒരു കാര്യം വേറെ ഉണ്ടായിട്ടില്ല. സെഹർ, ആ സെഹർ പണിക്കാരെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടെ വെച്ച് മത്സരം നടന്നതൊക്കെ നമ്മൾ പിന്നെ താഹാ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നോക്കുക. 160 മുമ്പുള്ള വീഡിയോകളാണ്. ആ വീഡിയോ നോക്കിയാൽ കാണാം. അപ്പോൾ സെഹറിനെ സംബന്ധിച്ച് നമുക്ക് വളരെ വിശദമായി ഒന്ന് വിവരിക്കാൻ 30-ന് ശേഷം 230-ന് ശേഷം ഇത് 29-ആണ്. 230-ന് ശേഷമുള്ള ഒരു വീഡിയോയിൽ തെരഞ്ഞാൽ അത് കിട്ടും. ഇൻഷാ അല്ലാഹ് അത് ഉണ്ടാവുന്ന. അപ്പോൾ ഏതായാലും സെഹർ പണിക്കാരായ സെഹർ ചെയ്യുന്ന സ്ത്രീകൾ അവരുടെ ഷെറിൽ നിന്നും ഒക്കത് നഫാസാത്ത് എന്ന് പറഞ്ഞാൽ കെട്ടുകളിൽ ഊതുന്നവർ, ഒന്ന് ചെറിയ സവാഹില്ലാത്ത ഏർത്തതിന അർത്ഥം ഫീ കുയൂത്തിൽ നൂലുകളിൽ കെട്ടുണ്ടാക്കിയിട്ട് അതിലൂതുന്നവർ എന്നാണ് ഇതിന്റെ മീനിങ്. അത് എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി. ഈ എളുറൂൾ ഇബാദത്ത് അള്ളാന്റെ അതിഥികൾ അള്ളാഹിന്റെ അടിമകളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി ഈ സെഹർ ചെയ്യുന്ന അവരുടെ സെഹർ കൊണ്ട് ബൈനൽ മറിയുവ സൗദിഹി ആണിന്റെയും പെണ്ണിന്റെയും ഇടയ്ക്ക് ഭിന്നിപ്പുണ്ടാക്കുവാൻ വേണ്ടിയും അങ്ങനൊക്കെ ഉണ്ടാവും ഈ ഇതുകൊണ്ട്. അതാ പറഞ്ഞത്, ഒരു ഭിന്നിപ്പും ഒരു ഇടങ്ങറും ഉണ്ടാക്കില്ല അള്ളാന്റെ ഇത് കൽപ്പന കൊണ്ടല്ലാതെ അതുണ്ടാവില്ല എന്ന് അമാവുമ്പിതാറിനും എല്ലാ രീതിയിലും. അപ്പൊ ഈ മുഅവ്വിദത്തൈനി എന്ന് പറഞ്ഞ് 2 സൂറത്തുണ്ട്. കാവലിനെ ചോദിക്കാനുള്ള 2 സൂറത്തുകളാണത്. അതിൽ ആദ്യത്തെ സൂറത്താണ് ഈ ഫലഖ് സൂറത്ത്. സെഹർ ചെയ്യുന്ന സ്ത്രീകളുടെ ഷെറിൽ നിന്നും ഞാൻ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു. ഫില്ലുഖദി സെഹർ ചെയ്യുവാൻ വേണ്ടി കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകൾ അവരുടെ ഷെറിൽ നിന്നും ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. അപ്പോൾ ഈ കാവലിനെ ചോദിക്കുക എന്ന് പറഞ്ഞത് അത് ഇസ്യാദത്തിന്റെ 2 സൂറത്തുകൾ അപ്പോൾ ഇവിടെ കൊടുക്കും. 3 സൂറത്തുകൾ, 2 സൂറത്തുകൾ. അതൊക്കും ഖുൽഅഊദു ബിറബ്ബിന്നാസും അതും കാവലിനെ ചോദിക്കാനുള്ള സൂറത്തുകൾ. അപ്പോൾ 2 സൂറത്തുകൾ. പിന്നെ അവസാനമായിട്ട് 5-ാമത്തെ ആയത്ത് മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഹസദ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, അസൂയ. അൽ ഹസദ് യഅ്കുലുൽ ഹസനാത്തി കമാ യഅ്കുലുൻ നാറുൽ ഹത്തബ. തഅ്കുലുൻ നാറുൽ ഹത്തബ. അഗ്നി വിറകിനെ തിന്നുന്നത് പോലെ, തീപിടിച്ചാൽ വിറക് ഇങ്ങനെ കത്തി അമറും. അതുപോലെയാണ് അൽ ഹസദു യഅ്കുലുൽ ഹസനാത്ത്. നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളെ മുഴുവൻ തിന്നു നശിപ്പിക്കുന്നതാണ് ഇത് ഹസദ്. നമ്മൾ ചെയ്ത ഹസനാത്തുകളൊന്നും അവശേഷിക്കാതെ എല്ലാം തിന്നു തീർക്കുക. ഇതുപോലെ തീ പിടിച്ചാൽ, വിറകിന് തീ പിടിച്ചാൽ എങ്ങനെ വിറക് എത്ര വേഗം കത്തിത്തീരുക, അതുപോലെ അതാണ് ഹസദ്. ഈ ഹസദ് വെച്ചവർക്ക്, ഹസദ് എന്ന് പറഞ്ഞാൽ സവാലു നിയമത്തില്ല. യത്തമന്ന സവാലു അത്തമന്നി സവാലി നിയമത്തില്ല. അള്ളാഹുവിന്റെ നിയമത്തുകൾ, അനുഗ്രഹങ്ങൾ നീന്തി കാണുവാൻ ആഗ്രഹിക്കലാണ് ഹസദ് എന്ന് പറഞ്ഞത്. അത് ആർക്കെങ്കിലും ഒരു പർട്ടിക്കുലർ പേഴ്സൺ അവന് ഉണ്ടായ അള്ളാഹുവിന്റെ നിയമത്തുകൾ അത് നീങ്ങിക്കാണാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതാണ് ഹസദ്. അത് വലിയ ദോഷം ചെയ്യും മനുഷ്യന്. നേരത്തെ പറഞ്ഞ ഹദീസ് അൽ ഹസദു യഅ്കുലുൽ ഹസനാത്തി കമാ തഅ്കുലുൻ നാറുൽ ഹത്തബ എന്ന് പറഞ്ഞ ഹദീസാണ്, സഹിയായ ഹദീസാണ്. ഹസദ് വെക്കുന്നവർക്കുണ്ടാവുന്ന നാശനഷ്ടങ്ങൾ ചില്ലറയല്ല. അവൻ അതുവരെ ചെയ്തു വെച്ച എല്ലാ സൽക്കർമ്മങ്ങളും നിഷ്ഫലമായി പോകും. അതാണ് ഹസദ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു അള്ളാഹു കൊടുത്ത നിഅമത്ത് അത് നീങ്ങിക്കാണാൻ ആഗ്രഹിക്കുമ്പോൾ എന്താ അതിൻ്റെ ഫലം? അവൻ നരകാവകാശിയായി ജീവിക്കേണ്ടി വരും. അതാണ് അതിലുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ഹാസ്യങ്ങൾ
അവരെ ഹസദ് വെക്കുന്ന സമയത്തുള്ള ഷർറ്. ഹാസിദിന്റെ ഷർറിനെ തൊട്ടും ഞാൻ കാവൽ ചോദിക്കുന്നു അള്ളാഹുവിനോട്. ഇതാ ഹസദ, അവൻ അസൂയ വെക്കുമ്പോൾ ആ അസൂയാരുവിന്റെ ഷർറ് പലതുണ്ടാവും എനിക്ക്. അവൻ അസൂയ വെക്കുമ്പോഴേ അവൻ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നവരെ ഒരു ഹാസിദ് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ശരിക്കും പറഞ്ഞാൽ ആ ഹസദ് കൈകാര്യം ചെയ്തവർക്ക് മാത്രമേ അത് അറിയുള്ളൂ, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളത്. അവൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ ആ ബുദ്ധിമുട്ട്, ഇടങ്ങറുകളും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. അതാണ് അള്ളാഹു കൽപ്പിച്ച കാര്യം. ഒരു അസൂയ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഷെറുകൾ, പല ഷെറുകളുണ്ടാവും. ആ ഷെറുകളിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു. ഇപ്പോൾ ഈ 5 ആയത്തുകളും കഴിഞ്ഞു. ഇത് റബ്ബിൽ ഖലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാത്തി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഇങ്ങനെ 5 ആയത്തുകൾ. ഈ 5 ആയത്തുകളും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ഈ സൂറത്ത് ഇതിൻ്റെ മീനിങ്ങും വ്യാഖ്യാനവും അനുസരിച്ച് ഇത് മറ്റുള്ളവർ കാണാനും അത് പഠിക്കുവാനും ഒരു സന്ദർഭം സൃഷ്ടിക്കണം എന്ന് നിങ്ങളോട് വളരെ താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരു സന്ദർഭം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ ഗുണം അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.